ഇപ്പോൾ അനൂപ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. അനൂപ്, മുണ്ടക്കൈ ഭാഗത്ത് നിന്ന് പുഞ്ചിരി വട്ടത്തിലേക്കുള്ള നടപ്പിനിടയിലാണ് നമ്മളോടൊപ്പം സംസാരിക്കുന്നത്. തത്സമയം ചേരുകയാണ്. അനൂപ്, എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? ആ പ്രദേശത്തേക്ക് എത്തുമ്പോൾ അനൂപൊക്കെ നേരത്തെ ഒരുപാട് വട്ടം കടന്നുപോയ സ്ഥലങ്ങളാണ്. ഇപ്പോൾ ഈ ദുരന്ത ഭൂമിയിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു ബാക്കി പത്രം എന്താണ്? തെരച്ചിൽ എങ്ങനെയാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്? മനു, ബെയിലി പാലം വഴി കടന്നു വന്ന 40 അംഗ ദൗത്യ സംഘങ്ങൾ പ്രത്യേക സോണുകളായി തിരിച്ചുവെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ആ പ്രത്യേക സോണുകളായി തിരിച്ചുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ അവർ തിരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞു. പല സ്ഥലങ്ങളിൽ, അതായത് നമുക്കിപ്പോൾ കാണാവുന്നത് ഇപ്പോൾ പുഞ്ചിരിമറ്റം സ്ഥലത്ത് നിന്ന് ഉള്ള ഭാഗമാണ്. അവിടെ നിന്ന് ഈ ഉരുൾപൊട്ടൽ, ആ മലമുകളിൽ നിന്ന് വന്ന ഉരുൾപൊട്ടൽ നേരെ വന്ന് പതിച്ച മുണ്ടക്കൈ ടൗണും പരിസ്ഥിതി. ഇതിപ്പോൾ മുണ്ടക്കൈ ഒരു ടൗൺ ഇവിടെ ഉണ്ടായിരുന്നോ, ഇവിടെ വീടുകൾ ഉണ്ടായിരുന്നോ എന്നെല്ലാം നമുക്ക് സംശയമാണ്. നമ്മൾ ഈ കാട്ടാനയുടെ ശല്യമെല്ലാം ഇവിടെ അതിരൂക്ഷമാവുന്ന സമയത്ത് ഇവിടെയെല്ലാം വരുന്നതാണ്. ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരു പള്ളിയുടെ അവശിഷ്ടം കാണുന്നുണ്ട്. ഒരുപാട് ഒരു ചെറിയ ടൗൺ ആയിരുന്നു അല്ലേ? ഇത് മുണ്ടക്കൈ ടൗണാണ്. ടൗൺ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് പരിചയമുള്ള സ്ഥലമാണെങ്കിലും ഇപ്പോൾ വളരെ അപരിചിതത്വം തോന്നുകയാണ്. ഈ ഭൂമി ഇത്രമാത്രം തകർന്നടിഞ്ഞു പോയ ഈ സ്ഥലത്ത് നിൽക്കുമ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെയൊരു നഗരം ഉണ്ടായിരുന്നോ, ഇവിടെ പച്ചപ്പ് നിറഞ്ഞൊരു പ്രദേശമുണ്ടായിരുന്നോ എന്നൊക്കെ പറയുന്നത് നമുക്ക് വിശ്വസിക്കാനാവുന്നില്ല. അത്രയും ദയനീയമായ കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. ഈ മുണ്ടക്കൈ ടൗണിൽ നമുക്കറിയാം, അവിടെയെല്ലാം ചെറിയ കടകളും അതിന് തൊട്ട് സമീപത്ത് വീടുകളും എല്ലാം ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിൽ ഇവിടം വരെ എത്തി എന്നുള്ളതാണ്. അതിൻ്റെ തോട് എന്ന് പറയുന്നത് താഴ്ഭാഗത്താണ്. അപ്പോൾ എത്രയധികം വെള്ളമായിരിക്കും, ഈ ഉരുൾപൊട്ടലിൽ മലവെള്ളമായിരിക്കും ഈ പ്രദേശത്തേക്ക് ഒലിച്ചെത്തിയത് എന്ന് ചിന്തിക്കാനേ സാധിക്കുന്നില്ല. ഇത്രയും നമുക്കൊരു പക്ഷേ ഈ ക്യാമറയുടെ ഫ്രെയിമിലൊന്നും ഉൾക്കൊള്ളാനാവുന്നതിനും അപ്പുറമാണ് അതിൻ്റെ വ്യാപ്തി. അത്രയും ദൂരത്ത് ഏതാണ്ടൊരു 500 മീറ്റർ വ്യാപ്തിയിൽ, നീളത്തിൽ, വീതിയിൽ ആ ഒരു മലവെള്ളപ്പാച്ചിൽ ഇതിലെ കടന്നുപോയത് ദിവസങ്ങൾക്ക് മുമ്പാണ്. പുലർച്ചെ 2 മണിക്ക് ആ വിധത്തിൽ ഇപ്പം നേരത്തെ ഞാൻ കാണിച്ച പള്ളിയിലൊക്കെ രക്ഷാപ്രവർത്തകർ ആളുകളെ മാറ്റി പാർപ്പിച്ച സ്ഥലമാണ്. ഈ മേലെ മുണ്ടക്കൈ പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റി പാർപ്പിച്ച സ്ഥലമാണ് ഞാൻ നേരത്തെ കണ്ട പള്ളിയൊക്കെ. അപ്പോൾ ഇവിടെ ഇവിടേക്കൊന്നും വെള്ളം കയറുമെന്ന് ഒരിക്കലും അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. അതാണ് ഒരു സാഹചര്യം. ഇവിടെയുള്ള വീടുകളൊക്കെ തകർന്നു പോയി. ഇപ്പം നമ്മൾ ഈ കാണുന്നതൊക്കെ വീടുകളുടെ തറകൾ മാത്രമാണ്. ബാക്കി എല്ലാ ഭാഗവും ഒലിച്ചുപോയി. അതിലുള്ള മനുഷ്യരെല്ലാം ഒലിച്ചുപോയി. അതോടൊപ്പം തന്നെ താഴ്ഭാഗത്ത് എസ്റ്റേറ്റ് ലയങ്ങളുണ്ടായിരുന്നു. ആ എസ്റ്റേറ്റ് ലയങ്ങളും അതോടൊപ്പം ഒലിച്ചുപോയി. ഇപ്പോൾ ജില്ലാ കളക്ടർ മേഘശ്രീയുടെ നേതൃത്വത്തിൽ ഇവിടെ രക്ഷാപ്രവർത്തനങ്ങൾ വിലയിരുത്തുകയാണ്. ഇവിടെ തകർന്നു കിടക്കുന്നു. അതിനടിയിൽ ആളുകളുണ്ടോ എന്ന് ആളുകൾ കുടുങ്ങി കിടക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. നോക്കൂ, അതുപോലെ എത്ര കെട്ടിടങ്ങൾ, അവിടെ നിന്ന് ആളുകൾ കൂട്ടം കൂടിയും ഒക്കെ ഇരുന്നിരുന്ന പ്രദേശങ്ങൾ. ആ ഉരുൾ വന്ന വഴിയാണ് എൻ്റെ പ്രേക്ഷകരെ നിങ്ങൾ കാണുന്നത്. നോക്കൂ, അത് എത്രമാത്രം ഭീകരമാണെന്ന്. പുഞ്ചിരിമട്ടത്ത് നിന്ന് പൊട്ടി വന്ന ആ ഉരുൾ മുണ്ടക്കൈയിലൂടെ കടന്നു പോയതാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിൻ്റെ ബാക്കി പത്രമാണ്. അതൊരു ടൗൺ ആയിരുന്നു. നമ്മളൊക്കെ സാധനങ്ങൾ വാങ്ങാൻ പോകുന്നത് പോലുള്ള ഒരു ചെറിയ ടൗൺ ആയിരുന്നു അത്. അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു, വീടുകളുണ്ടായിരുന്നു, കെട്ടിടങ്ങളുണ്ടായിരുന്നു. അനൂപ് പറഞ്ഞതുപോലെ കാലവർഷം വരുമ്പോൾ ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിരുന്ന ഇടം കൂടിയായിരുന്നു. ഒരിക്കലും വെള്ളം കയറില്ല എന്ന് പ്രതീക്ഷിച്ച ഒരു സ്ഥലം. അതാണ് അപ്പാടെ ഭൂമി എടുത്തുകൊണ്ട് പോയത്. അതിൻ്റെ അതിഭീകരമായ നാശനഷ്ടത്തിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണ്. അവിടെ തെരച്ചിൽ നടത്തുകയാണ്. വീടുകൾ തകർന്നു കിടക്കുന്നു, പള്ളികൾ തകർന്നു കിടക്കുന്നു, കെട്ടിടങ്ങൾ തകർന്നു കിടക്കുന്നു. അനൂപ്, എനിക്ക് ഈ കാഴ്ച സത്യത്തിൽ സഹിക്കാൻ പറ്റുന്നില്ല. അത്രമാത്രം മനസ്സിനെ പൊള്ളിക്കുകയാണ്. ഒരു നാടിൻ്റെ ശേഷിപ്പ് മാത്രം ബാക്കി ഒന്നടങ്കം എടുത്തുകൊണ്ടുപോയി ഒട്ടിയെത്തിയ ആ ഒരു ഭീകര താണ്ഡവം എന്ന് പറയേണ്ടി വരും. ഒരു ദുരന്ത ഭൂമിയിൽ ഇങ്ങനെ നിന്ന് പറയുമ്പോഴുള്ളൊരു മനോവേദന അത് പറ്റുന്നില്ല അനൂപ്. അത്രമാത്രം വിഷമമാണ്. മനു, സങ്കടം നമുക്ക് പറഞ്ഞറിയിക്കാനാവില്ല. മനുഷ്യരെല്ലാം ഇല്ലാതായിപ്പോയ ഒരു ഗ്രാമം. ആ ഗ്രാമത്തിലേക്ക് എത്തുമ്പോൾ ഒരു സജീവമായി ഒരു ഗ്രാമം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഒട്ടും വിശ്വസിക്കാനാവുന്നില്ല ഈ കാഴ്ചകൾ.
പല പല സുരക്ഷാ ക്യാമ്പുകളായി അല്ലെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിച്ച സ്ഥലങ്ങൾ ഉൾപ്പെടെ ഒലിച്ചുപോയി. തോട്ടം തൊഴിലാളികളായിട്ടുള്ള നിരവധി ആളുകൾ ഈ സ്ഥലത്ത് താമസിച്ചിരുന്നു. തോട്ടം തൊഴിലാളികളായിട്ടുള്ള മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയവരുൾപ്പെടെ ഈ സ്ഥലങ്ങളിൽ താമസിച്ചിരുന്നു എന്നുള്ളത് ആ ദുരന്തത്തിൻ്റെ ആഘാതം ഇരട്ടിയാക്കുന്നു. അവരെക്കുറിച്ച് വിവരശേഖരണം പോലും ഒരു സാങ്കേതികമായി അത്തരത്തിൽ വലിയ ബുദ്ധിമുട്ട് നേരിടുന്ന ഒരവസ്ഥയാണുള്ളത്. അവർക്ക് പലർക്കും ബന്ധുക്കളെല്ലാം മറ്റ് സംസ്ഥാനങ്ങളിലാണുള്ളത്. അതെല്ലാം തിരിച്ചറിഞ്ഞ് വരുമ്പോഴേക്ക് ഏതായാലും ഇനിയും ദിവസങ്ങളെടുക്കും. ഇപ്പോൾ ഏറ്റവും പ്രാഥമികമായി ജില്ലാ ഭരണകൂടം ചെയ്യുന്നത് ഈ സ്ഥലങ്ങളിൽ എത്രത്തോളം ആളുകൾ താമസിച്ചിരുന്നു, മാറി താമസിച്ചവരാരൊക്കെ, ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് സുരക്ഷിതമായി എത്തിയവരാരൊക്കെ എന്നെല്ലാമുള്ള കാര്യങ്ങളാണ് പ്രധാനമായും ആളുകൾ ഈ ജില്ലാ ഭരണകൂടം പരിശോധിക്കുന്നത്. എങ്കിൽ മാത്രമാണ് നമുക്ക് ഇവിടെ നിന്ന് എത്ര പേരെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നൊരു അന്തിമമായ ഒരു ധാരണയിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ദുരന്തത്തിൻ്റെ ആഘാതവും വ്യാപ്തിയും പരിശോധിക്കുമ്പോൾ നമുക്ക് ഇനിയും ഒട്ടേറെ പേരെ ഇവിടെ നിന്ന് കണ്ടെത്താനുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ആ വിധത്തിലാണ് ഈ ദുരന്തത്തിൻ്റെ ആഘാതം. പല ആളുകളെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ ലഭ്യമല്ല. ഇപ്പോൾ ക്യാമ്പുകളിൽ കഴിയുന്നവരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരമാണ് എത്ര ആളുകൾ ഇവിടങ്ങളിൽ ഉണ്ടായിരുന്നു എന്നതെല്ലാം പറ്റിയുള്ള മനസ്സിലാക്കുന്നത്. എന്നാൽ അതെല്ലാം പ്രായോഗികമായി ഒട്ടേറെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതിൻ്റെ വിവരശേഖരണം ക്യാമ്പുകളിൽ നിന്ന് പൂർണ്ണമായി ശേഖരിക്കുക എന്നുള്ളതെല്ലാം ആ ഒരു മാനസികാവസ്ഥയിലല്ല ആരും ഇവിടെ ഇപ്പോൾ. ദുരന്തം സൃഷ്ടിച്ച കനത്ത ആഘാതം, മാനസികാഘാതം, അതോടൊപ്പം എല്ലാം നഷ്ടപ്പെട്ടു പോയവരുടെ കഠിനമായ ദുഃഖം എല്ലാമാണ് ഇവിടെ ദൃശ്യമാകുന്ന. ഇപ്പോൾ ഈ മേഖലയിലൊന്നും ഒരു മനുഷ്യരുമില്ല. ഈ രക്ഷാപ്രവർത്തകരൊഴികെ ആരുമില്ല. എല്ലാവരെയും ദുരന്തത്തിൻ്റെ തൊട്ടുതലേന്നും മറ്റുമായി മാറ്റിയിരുന്നു. അവശേഷിച്ചവരാണ് ദുരന്തത്തിൽപ്പെട്ടത്. ആ രീതിയിലാണ് അവർ ഇപ്പോൾ ക്യാമ്പുകൾ കഴിയുന്നത്. അതുകൊണ്ട് ഈ വിവരശേഖരണമെല്ലാം പൂർത്തിയാക്കുന്നതിന് ഒട്ടേറെ പ്രായോഗികമായ തടസ്സങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പുഞ്ചിരിമറ്റത്തു നിന്ന് തുടങ്ങി ഈ മുണ്ടക്കൈ ഭാഗത്തേക്ക് ഈ ഉരുൾപൊട്ടൽ ഒലിച്ചെത്തിയത് വിവിധ വഴികളിലൂടെയാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ. ആ മലമുകളിൽ കാണുന്ന സ്ഥലത്ത് നിന്ന് ഉരുൾപൊട്ടലുണ്ടായി. ആദ്യം അത് താഴേക്ക് വന്നു, പിന്നീട് ഒരു മലഞ്ചെരുവിലൂടെ അത് അപ്പുറവശത്തേക്ക് പോയി, പിന്നീട് അത് ഇടതുവശത്തേക്ക് കയറിയാണ് ഈ കാണുന്ന ഈ മുണ്ടക്കൈ ടൗൺ മുഴുവൻ നാമാവശേഷമാക്കിയത്. അവിടെ പാലമുണ്ടായിരുന്നു, പള്ളിയുണ്ടായിരുന്നു, കടകളുണ്ടായിരുന്നു, നിരവധിയായ വീടുകൾ ഈ സ്ഥലങ്ങളിലുണ്ടായിരുന്നു. അതിൻ്റെ കീഴ്ഭാഗത്ത് നിരവധിയായ വീടുകളും അതോടൊപ്പം എസ്റ്റേറ്റ് ലയങ്ങളും എല്ലാം ഉണ്ടായിരുന്നു.